പ്ലാസ്റ്റിക്കിനെ നഗരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് പകരം പരിസ്ഥിതിക്കിണങ്ങുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന ഒരു നഗരസഭയുണ്ട് പാലക്കാട് ജില്ലയിൽ. പ്ലാസ്റ്റിക് നിറഞ്ഞുകിടന്ന വഴിയോരങ്ങളിൽ മനോഹരമായ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചും റോഡരികിലും വീടുകളിലും വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ജൈവവളങ്ങളാക്കിയും നഗരത്തിലെ പൊളിച്ചുമാറ്റിയ കെട്ടിടാവശിഷ്ടങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങളാക്കിയും കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായ ഷൊർണൂർ നഗരസഭ. ലോക പരിസ്ഥിതി ദിനത്തിൽ ഷൊർണൂർ നഗരത്തിലെ കാഴ്ചകളൊന്ന് കാണാം. പ്ലാസ്റ്റിക്കിനെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ വിജയശില്പികൾ ഹരിതകർമ്മസേനയും നഗരസഭയുമാണ്. നഗരത്തിലെ വലിച്ചെറിയുന്നതും വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ഖരമാലിന്യ ശേഖരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാലും ഇവിടെ ജോലികൾ തീരുന്നില്ല. പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് പൊടിച്ചു തുടങ്ങും. ഷൊർണൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങൾ ഹരിതകർമ്മസേനകൾ 63 പേരുണ്ട് ഇപ്പോൾ നിലവില്. അവര് 33 വാർഡുകളിൽ നിന്നായിട്ട് 25 ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നമ്മൾ HM, PP, LD അങ്ങനെ ഓരോന്നും വേർതിരിച്ച് ബൈൽ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഒരു കമ്പനിക്കാണ്, പ്രൈവറ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നത്. ആ കമ്പനി കൃത്യമായ ഇടവേളകളിൽ അത് ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, ലെതർ അത്തരം സാധനങ്ങൾ റിജക്റ്റ് എന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് സിമന്റ് കമ്പനിക്കാണ്, ഇതേ കമ്പനി തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് MLP രീതിയിലുള്ള കവറുകളെല്ലാം നമ്മളിവിടെ പൊടിച്ച് റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. ശേഖരിക്കുന്നതിൽ 75% പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെന്നാണ് ഹരിതകർമ്മസേന പറയുന്നത്. പ്രതിദിനം 1.5 ടൺ ഖരമാലിന്യങ്ങൾ ഷൊർണൂർ ഖരമാലിന്യ കേന്ദ്രത്തിൽ നിന്നും കയറ്റി അയക്കുന്നുണ്ട്. സിമന്റ് കമ്പനിക്കും ടാറിങ്ങിനുമാണ് ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോകുന്നത്. പ്ലാസ്റ്റിക് നിറഞ്ഞുകിടന്ന ഭാഗങ്ങളിലെല്ലാം അവയെല്ലാം നീക്കം ചെയ്ത് നല്ല മനോഹരമായ പൂന്തോട്ടങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയാണ് കേരളത്തിലെ മാലിന്യമുക്ത ആദ്യ നഗരസഭയായി അംഗീകരിക്കപ്പെട്ടത്. കാരണം ഇവിടെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ജൈവവള സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുമ്പൂർ മൊഴി മാതൃക വളരെ നല്ല വിധത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജൈവവളങ്ങൾ അടിയിൽ ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള മാലിന്യങ്ങൾ അടിയിൽ നിരത്തിക്കൊണ്ട് അതിൻ്റെ മേലെ ചകിരിച്ചോറിട്ടുകൊണ്ട് വീണ്ടും ലെയറായി വീണ്ടും ചകിരിച്ചോറ് പുറമെ മാലിന്യങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ട് നല്ല ജൈവമാലിന്യം ഉണ്ടാക്കി നമുക്ക് പുറത്തേക്ക് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഉള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല കൃഷിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിക്ഷേപിച്ച് അതിനെ കൃഷിക്കാവശ്യമായ നല്ല ജൈവവളമാക്കി മാറ്റും. നഗരസഭാ പരിധിയിൽ വളർത്തുന്ന മൃഗങ്ങൾ ചത്താലും അതിനെ ദുർഗന്ധം വമിക്കാത്ത തുമ്പൂർമുഴി രീതിയിൽ ഇവിടെ ജീർണിപ്പിച്ച് വളമാക്കി മാറ്റും. നഗരസഭയിലെ 63 ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. നഗരസഭാ പരിധിയിലെ 12,000 വീടുകളിൽ നിന്നും 1,700 സ്ഥാപനങ്ങളിൽ നിന്നുമായി 2,000 കിലോ ഖരമാലിന്യങ്ങളാണ് ഇവിടെ ശേഖരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.